ഒലി ബുക്സ് ഇറക്കിയ ശൈലൻ പ്രിയ കവി ശൈലൻ എഴുതിയ യാത്രകൾ 100 യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ ചർച്ചകളാണ് നടക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ കെ ശെൽവമണി, ശൈലനുണ്ട്, എല്ലാവർക്കും, പിന്നെ സൂര്യ തെക്കേതിലുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ യാത്രകളെക്കുറിച്ചുള്ള സംവാദമാണ്. ശൈലൻ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശൈലൻ നല്ല ഭക്ഷണപ്രിയനും നല്ല യാത്രക്കാരനും. ആ യാത്രകളെക്കുറിച്ചും അവൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഒലിവ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ സവിശേഷമായ ഒരു പുസ്തക ചർച്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കവികൾ യാത്ര ചെയ്യാറുണ്ടോ എന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. കവികൾ യാത്ര ചെയ്യാറുണ്ടോ എന്നുള്ള എല്ലാവരും അവകാശപ്പെടുന്നത് ഇരിക്കാൻ ഒരു ഇടത്തെക്കുറിച്ചാണ്. എനിക്ക് എഴുതുന്നതിന് വേണ്ടി ഒരു ഇടം തരൂ, ഞാൻ ഇന്ന് എഴുതാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ സാമൂഹിക വ്യവസ്ഥിതി എഴുത്തുകാർക്കൊരിടം ഒരുക്കി കൊടുക്കുകയും ആ ഇടത്ത് നിന്ന് അവർ അവരുടേതായ മനോഹരമായ, ഏറ്റവും ഹൃദയത്തെ സ്പർശിക്കുന്ന ആർദ്രമായ കൃതികൾ എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരാൾ നമ്മൾ ഒരുക്കി കൊടുത്ത ഇടത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ശൈലൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത കവി ഒരുപക്ഷെ ശൈലനായിരിക്കും. അതിനകത്ത് സംശയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ശൈലൻ്റെ കവിതകളെല്ലാം തന്നെ യാത്രയുമായി ബന്ധപ്പെട്ടാണ് ശൈലൻ എഴുതുന്നതെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരിടത്തിരുന്ന് എഴുതുമ്പോൾ ശൈലൻ യാത്ര ചെയ്ത് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ആ യാത്ര ശൈലൻ ഒരു പുസ്തകമാക്കുന്നു. യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ശൈലൻ കവിതയുമാക്കുന്നു. അങ്ങനെ ഒരു യാത്ര 2 തരത്തിലുള്ള സർഗാത്മകമായ സൃഷ്ടിക്ക് കാരണമായി മാറുന്നു. ഒന്ന് യാത്രാ വിവരണത്തിനും മറ്റൊന്ന് കവിതയ്ക്കും കാരണമായി മാറുന്നു. ഇപ്പോൾ എം ഡി യാത്ര ചെയ്ത സമയത്താണ് മാർക്കേസ് എന്ന് പറഞ്ഞ ഒരാളെ, ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളെ എം ഡിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരുപക്ഷെ എം ഡി യാത്രയ്ക്ക് പോയില്ലായിരുന്നു എങ്കിൽ, അമേരിക്കയിലേക്ക് പോയില്ലായിരുന്നു എങ്കിൽ നമുക്ക് മാർക്കേസിനെ കേൾക്കാനോ കാണാനോ കഴിയുമായിരുന്നു എന്ന് ചില സംശയങ്ങൾ ഉന്നയിക്കുക. അത് അതിശോക്തിയാണെങ്കിൽ പിന്നീട് അത് മനസ്സിലായി കാണും സതീശൻ. അപ്പോൾ എം ഡി യാത്രയ്ക്ക് പോയി മാർക്കേസിനെ എൻ്റെ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു. ആ പുസ്തകം എം ഡി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി മാർക്കേസ് മാറുന്നു. അത് യാത്ര ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഓരോ എഴുത്തുകാരനും അങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്ര ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ ചരിത്രവും അവിടുത്തെ എഴുത്തുകാരെയൊക്കെ പരിചയപ്പെടുകയും ആ സവിശേഷതയെല്ലാം കൂടെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഈ ശൈലൻ പോകുന്ന ഇടങ്ങളിലെല്ലാം സവിശേഷതകൾ അതേ തൻ്റെ കവിതയിലേക്ക് കൊണ്ടുവരികയും നമ്മളത് വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എൻ്റെ ശൈലനോട് ചോദിക്കാനുള്ളതാണ്. എൻ്റെ ഒരു സംഗതി വളരെ രസകരം. ഏലഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെക്കുറിച്ച് ശൈലൻ എഴുതുന്നുണ്ട്. ഏലഗിരി. അത് എന്നിട്ട് ശൈലൻ പറയുന്നത്, നിങ്ങൾ നീലഗിരി കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഏലഗിരി കേട്ടിട്ടില്ലെന്നാണ്. ഈ ഏലഗിരി എന്ന സ്ഥലത്തെക്കുറിച്ച് ശൈലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശൈലൻ പറയുന്നത്, ഏലഗിരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായി എനിക്ക് തോന്നിയത് അവിടേക്കുള്ള ചുരത്തിലാകെയുള്ള 14 വളവുകളാണ്. ഈ ഏലഗിരിയിലേക്ക് ഉള്ള 14 വളവുകളാണ്. ആ 14 വളവുകൾക്കും പേരുകളുണ്ട്. ഈ 14 വളവുകൾക്കും പേരുണ്ട്. ആ 14 വളവുകളുടെയും പേരുകൾ ആ പ്രദേശത്തെ എഴുത്തുകാരുടെ പേരുകളാണ്. ഞാനിത് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് നമുക്കൊരു വിസ്മയകരമായി തോന്നി. ഈ ചുരത്തിലേക്ക് കയറുന്ന വളവുകളുടെ പേരുകൾ അവിടുത്തെ ഏറ്റവും വലിയ എഴുത്തുകാരുടെ പേരുകൾ കൊടുക്കുക. തിരുവള്ളൂർ വളവ്, കമ്പർ വളവ്, കപിലർ വളവ്, ഔവ്വയാർ വളവ്, പാരി വളവ് എന്നൊക്കെയാണ്. ഞാൻ ഈ ശൈലനോട് ചോദിക്കുന്നത്, ശൈലൻ കേരളത്തിലെ എല്ലായിടങ്ങളിലുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു വളവിന് മലയാളത്തിലെ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ പേര് ഉണ്ടോ എന്നുള്ളതൊരു സംശയമുണ്ട്. ഇതൊരു വിജ്ഞാനമാണ്. ഒരു കവി യാത്രയ്ക്ക് പോയ സമയത്ത് കണ്ട കാഴ്ചകളിൽ നിന്നും തികഞ്ഞെടുക്കുന്ന ഒരു വിജ്ഞാനം ഒരിടത്ത്
കുറേ വളവുകൾ, ആ വളവുകൾക്ക് അവിടുത്തെ പ്രശസ്തരായ എഴുത്തുകാരുടെ. നമ്മളിവിടെ പലപ്പോഴും പാർക്കുകൾക്കും റോഡുകൾക്കുമാണ് പേരിടുന്നത്, വളവുകൾക്ക് പേരിടാറില്ല എഴുത്തുകാരുടെ വെച്ച്, ഇല്ലേ? കോഴിക്കോട് ഇല്ല, പക്ഷേ വളവുകൾക്ക് എഴുത്തുകാർ പേരിടുന്ന ഒരു സ്ഥലത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് വളരെ രസകരമായി എനിക്ക് തോന്നി എന്നുള്ളതാണ്. അതേപോലെ മറ്റൊന്ന്, സാധാരണ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും, അപ്പോൾ എസ് കെ പൊറ്റക്കാട് അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ എവിടെ പോയാലും ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് കേരളത്തിലുള്ള ഒരാളെ പോലെ ഒരാളെ എനിക്ക് പരിചയപ്പെടാൻ കഴിയും എന്ന് എസ് കെയുടെ വളരെ പ്രശസ്തമായ വാക്യമാണ്. ഇദ്ദേഹം കാശി പോയ സമയത്ത് ആ കാശിയുടെ ഏറ്റവും അതിൻ്റെ എല്ലാവിധമായ അതിൻ്റെ സവിശേഷതകൾ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം കാശി മാമ എന്നും പറഞ്ഞൊരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശൈലൻ ഇതിന് മറുപടി പറയുന്ന സമയത്ത് ഈ കാശിമാമയുടെ കുറച്ച് സവിശേഷതകൾ ഞാനത് പറയുന്നില്ല, കാരണം കാശിമാമയെക്കുറിച്ച് ശൈലൻ തന്നെ പറയട്ടെ എന്നുള്ളതാണ് എൻ്റെ. വളരെ രസകരമായ ഒരു മാമയെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ശൈലൻ തന്നെ ആ കാശിമാമയെക്കുറിച്ച് പറയും എന്നുള്ളതാണ്. നിങ്ങളത് ശൈലൻ അത് മറക്കാതിരിക്കുക, പറയുക. എനിക്കതിനകത്ത് മറ്റൊന്ന് തോന്നിയത്, ഈ സാധാരണ യാത്ര പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്നത് വളരെ സുഖകരമായ യാത്ര, അപകടകരമായ യാത്ര, സുരക്ഷിതമായ യാത്ര എന്നൊക്കെ പറഞ്ഞ് യാത്ര നമുക്ക് പലതായിട്ട് വേർതിരിക്കാൻ കഴിയും. അതിനകത്ത് ഇപ്പോൾ നമ്മളെവിടെ പോയാലും സുരക്ഷിതമായ യാത്രയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ സുരക്ഷിതമായ യാത്ര, അല്ലെങ്കിൽ നമുക്ക് അപകടകരം അല്ലാത്ത യാത്രകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ശൈലൻ്റെ യാത്രകൾ അങ്ങനെയല്ല. ശൈലൻ്റെ അപകടകരമായ യാത്രയാണ്. ഇതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാത്രയുടെ വിവരണം സാച്ച് പാസ് എന്നും പറഞ്ഞൊരു അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സാച്ച് പാസിലേക്കുള്ളൊരു യാത്ര ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ് വാസ്തവത്തിൽ. ആ അധ്യായം, അതായത് ഇതിനകത്ത് 38-ാമത്തെ പേജാണ്. 38 മുതലുള്ള ആ പേജ് വായിക്കുന്ന സമയത്ത് വായനക്കാരനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ആ യാത്ര. കൊടും വളവുകൾക്കിടയിൽ ഏറ്റവും താഴ്ചയുള്ളൊരു വലിയ മുകളിലേക്ക് കയറിപ്പോകുന്ന ശൈലി. എനിക്ക് തോന്നുന്നൊരു ഒരു കഥയുടെ ഭാഗം തന്നെയാണ്. അതിനകത്ത് പോകുന്ന സമയത്ത് കാറ് കേടാവുന്നതും അവിടെ നിൽക്കുന്നതും വേറൊരാൾ വരുന്നതും പിന്നെ കയറിപ്പോകുന്നതും ഒക്കെ വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഇത്തരം യാത്രകൾ. ഈ സാച്ച് പാസിലേക്കുള്ള യാത്ര ശൈലൻ തിരഞ്ഞെടുക്കാറുള്ള എന്താ കാരണമെന്നും ഇവരോട് വിവരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൂടുതൽ പറയുന്നില്ല, ഇതിനകത്തെല്ലാം നല്ല രസകരമായ സംഗതികളാണ്. ഞെട്ടിപ്പിക്കുന്ന യാത്രകളുണ്ട്, നമ്മെ ആനന്ദിപ്പിക്കുന്ന യാത്രകളുണ്ട്. ശൈലനകത്ത് ഈ പറയുന്ന ഇപ്പോൾ സാധാരണ ഈ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് സാധാരണ ഈ മദ്യപിച്ച് യാത്രയ്ക്ക് പോകാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാരൊക്കെ. ശൈലനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മദ്യപിച്ച് യാത്രയ്ക്ക് പോകാറില്ല. കാരണം പറയുന്നുണ്ട് ശൈലൻ, കാരണം യാത്ര തന്നെ എനിക്ക് വലിയൊരു ലഹരിയാണ് എന്നുള്ളതാണത്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ ഞാൻ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരുക്കങ്ങളെല്ലാം നടത്തുന്ന സമയത്ത് അത് ഒരുക്കി വെക്കും എന്നാണ് സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷേ ശൈലൻ പറയുന്നത് അങ്ങനെയല്ല, ഞാനത് ഉപയോഗിക്കാറേ ഇല്ല. കാരണം അത് തന്നെ എനിക്ക് വലിയൊരു ലഹരിയായി മാറുന്നു. യാത്രയെ ലഹരിയാക്കി മാറ്റിയ, കവിതയെ ലഹരിയാക്കി മാറ്റിയ, സൗഹൃദങ്ങളെ ലഹരിയാക്കി മാറ്റിയ ആളാണ് ശൈലൻ. കവിതയിൽ എങ്ങനെയാണ് ശൈലൻ വേറിട്ട് നിൽക്കുന്നത് എന്നതുപോലെ തന്നെയാണ് യാത്രയിലും യാത്രാനുഭവങ്ങളിലും ശൈലൻ വേറിട്ട് നിൽക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഈ പുസ്തകം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഒരു രസമാണ്. ശൈലൻ ഷാർജയിൽ നിൽക്കുന്ന സമയത്താണ് സന്ദീപുമായി സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് പേർ തമ്മിലുള്ളൊരു സംസാരത്തിലൊരു ബുക്ക് രൂപപ്പെട്ട് വരികയായിരുന്നത്. അപ്പം സന്ദീപ് ശൈലനോട് ചോദിക്കുന്നുണ്ട്, ശൈലൻ എങ്ങനെയാണ്? അപ്പോൾ ശൈലൻ പറഞ്ഞു, യാത്രകളൊക്കെ ചെയ്തു പോകുന്നു, കവിതയൊക്കെ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ യാത്രയൊക്കെ ചെയ്ത് നമുക്ക് എഴുത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ശൈലൻ ഇങ്ങനെ യാത്ര പോകുന്നു, അത് എഴുതുന്നില്ല, അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ കവിതയിലേക്ക് രൂപപ്പെടുത്തി വെക്കുന്നു. അപ്പോഴാണ് ഒരു പ്രസാധകർ പറയുന്നത്, നിങ്ങളത് എഴുതൂ, നിങ്ങൾ യാത്രയുടെ അനുഭവങ്ങളൊക്കെ എഴുതൂ. അപ്പോൾ വീണ്ടും സന്ദീപ് ശൈലനെ കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളത് എഴുതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശൈലൻ ഇങ്ങനെ എഴുതിയില്ല. സന്ദീപ് നിർബന്ധിക്കുന്നു, ഇങ്ങനെ അത് എഴുതൂ. അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങി, ഒരു പ്രസാധകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈലൻ എഴുതുന്നു. ആ പ്രസാധകരോട് വളരെ മനോഹരമായ രീതിയിൽ അത് പ്രിൻ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നു. 100 യാത്രകളല്ല ശൈലൻ ഉള്ളത്, ആയിരക്കണക്കിന് യാത്രകൾ ശൈലനുണ്ട്. ഇനിയും ഇത്തരം യാത്രകളൊക്കെ ഇത്തരം പുസ്തക രൂപത്തിൽ വരട്ടെ. യാത്രയുടെ അനുഭവങ്ങളും വിജ്ഞാനങ്ങളും അറിവുകളും ഒക്കെ സവിശേഷമായ അർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ എന്ന് പറയുകയാണ്. എൻ്റെ ഈ ചെറിയ സംശയങ്ങൾക്ക് ശൈലൻ ഒരു മറുപടി പറയും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. അപ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ 3ാമത്തെ എഡിഷനാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ആദ്യ എഡിഷനിൽ ഈ ഒരു പുസ്തകത്തിൻ്റെ ഡിജിറ്റൽ കോപ്പി ഇവിടെ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു.
അത് കഴിഞ്ഞ വർഷം എനിക്ക് പങ്കെടുക്കാൻ പറ്റി മറ്റൊരു ചടങ്ങിൽ. ഇവിടെ വെച്ച് പുസ്തകത്തിൻ്റെ 3-ാം പതിപ്പ് റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചതും അതിനൊരു ചർച്ച സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചതും എല്ലാം എൻ്റെ പ്രസാധകനായിട്ടുള്ള ഒലിവിൻ്റെ സന്ദീപാണ്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രകാശനത്തിന് വേണ്ടി ഒരുപാട് പേര് കൊടുത്തിട്ട് അരമണിക്കൂർ വെച്ച് 6 പേർക്കൊക്കെ കൊടുത്ത് 6 പേർക്ക് അരമണിക്കൂറൊക്കെ അലോട്ട് ചെയ്ത് കിട്ടി എന്നൊക്കെ പലരും പരാതിയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു സ്റ്റേജ് അരമണിക്കൂർ നിയമസഭയുടെ ആതിഥേയത്തിൽ കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ഒക്കെ ആയത് കാരണമായിരിക്കും ഇങ്ങനെ ഒരു, എല്ലാ സ്റ്റേജിലും ഇങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ഒരുപാട് സീറ്റുകളുണ്ട്, ഇവിടെ ഒരുപാട് റോകളുണ്ട്. അതുകൊണ്ട് ഉള്ള ആളുകൾ ഇപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 10-30 പേരൊക്കെ ഇതിനുള്ളിലുണ്ട്. പക്ഷേ സ്റ്റേജിൽ പലയിടത്ത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് കാണുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പുറത്തുള്ള സ്റ്റേജിലൊക്കെ 2 റോയൊക്കെ ഇട്ടാണെങ്കിൽ ഇത് നിറഞ്ഞ ഒരു, അതുകൊണ്ട് നഷ്ടബോധമൊന്നുമില്ല, അഭിമാനം മാത്രമേ ഉള്ളൂ. സെൽവാണി മാഷ് പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്കങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല. ഞാൻ മാഷോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അദ്ദേഹം അക്കാഡമിഷ്യൻ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പദാവലികളും അത് ഞാൻ ചെയ്ത യാത്രയെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളും ഒക്കെ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്. അപ്പോൾ ചോദിച്ച 1-2 കാര്യങ്ങൾ ആദ്യം അവസാനം പറഞ്ഞതിന് തുടങ്ങാം. ഞാൻ കവിത എഴുതുന്ന യാത്രക്കാരൻ അല്ലെങ്കിൽ കവി അതിന് ശേഷം യാത്രക്കാരനായ ഒരാളൊന്നുമല്ല. കവിത എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരുപക്ഷെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് നാട് വിട്ടുപോയി ഒരു കൊല്ലം പുറത്തൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ 2ാമത് പിടിച്ചുകൊണ്ട് വന്നാണ് ചേർത്തി പിന്നെ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ അന്ന് വീട്ടിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ആയിട്ട് പോയി. അത് എങ്ങനെയാണ് ചിലവഴിക്കുക എന്നൊന്നും അറിയാൻ കഴിയില്ല. കാരണം നമ്മൾ ഒരു വീട്ടിൽ അച്ഛന് ജോലിയൊക്കെയുള്ള വീട്ടിലൊരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാകുമ്പോൾ അതിൻ്റേതായ ഒരു ചിട്ടവട്ടത്തിലും ബ്രോയിലർ കോഴിയെ പോലെയൊക്കെ ചെറിയ ആദ്യകാലങ്ങളിൽ വളർത്തപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടിച്ചെറിഞ്ഞ് യാത്ര ചെയ്യുകയും ആ കൊണ്ടുപോയ പൈസക്കാരൊക്കെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അലസമായ ഒരു യാത്രയിലേക്ക് പോവുകയും അതും കഴിയുമ്പോൾ പിന്നെ ഹോട്ടലിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു പോരുകയും അതിനിടയിൽ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാത്ത കാലമായാലും കുറേ കിലോമീറ്ററുകൾ 100 കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ഇങ്ങനെ ഒരുത്തൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലൊക്കെ വിവരം കിട്ടി തിരിച്ചു കൊണ്ടുവന്ന് പഠിക്കുക. അങ്ങനെ എല്ലാ സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ യാത്രകൾക്ക് വേണ്ടി ഒരുപാട് സമയം നീക്കിവെച്ച ശേഷം ബാക്കിയുള്ള സമയത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ആ യാത്ര എഴുതാൻ വേണ്ടി യാത്ര ചെയ്യാറ് ഇല്ല ഒരിക്കലും. പണ്ട് ഒരു തമാശ കേട്ടിട്ടുണ്ട്, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ളൊരു എഴുത്തുകാരനെ കുറിച്ച്. യാത്രാവിവരണം എഴുതുന്ന ആളല്ല അദ്ദേഹം, അല്ലാത്ത രീതിയിൽ മഹാരഥനായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഏതോ രാജ്യത്ത് പോയ യാത്രാവിവരണം വീട്ടിലെ പത്തായപ്പുരയിലിരുന്ന് തയ്യാറാക്കി എന്നുള്ള രീതിയിൽ ഉള്ള ഒരു തമാശ മറ്റൊരു എഴുത്തുകാരൻ എഴുതിയതായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാഷയുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 4 യാത്രാ വിവരണങ്ങൾ വായിച്ചാൽ അന്നത്തെ കാലത്ത് യാത്രാവിവരണം എഴുതാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അതിൻ്റെ ആവശ്യം പോലും ഇല്ല. ഈ മൊബൈലിൽ ഞാൻ അരമണിക്കൂർ നേരം നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയതായുള്ള യാത്രാവിവരണങ്ങളും നമ്മൾക്ക് തയ്യാറാക്കാൻ കഴിയും. വീഡിയോയിലെ വ്ളോഗുകൾ, പിന്നെ യൂട്യൂബിലെ വ്ളോഗുകൾ, യാത്രകളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വ്ളോഗുകൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കാണുന്ന ഒരാൾക്ക് പോവാതെ തന്നെ യാത്രാവിവരണം എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരുപാട് യാത്ര പണ്ട് മുതലേ ചെയ്യുന്നു, ലക്ഷ്യം വെച്ച് ചെയ്യുന്ന യാത്രയൊന്നുമല്ല. അതെല്ലാം മനസ്സിൽ കിടക്കുന്നു എന്നല്ലാതെ ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അതിലോരോ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഏറ്റവും മിനിമം ഒരു 5-8 വരികൾ എഴുതിയിടുന്ന ഒരു രീതിയിലുള്ള എഴുത്താണ് എൻ്റേത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു പുസ്തകത്തിൻ്റെ 2018 മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായിട്ട് ഷാർജയിൽ പോയ സമയത്ത് സന്ദീപുമായിട്ട് അടുത്ത് ഇടപഴകാൻ കുറച്ചധികം ദിവസങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം നിർബന്ധിച്ചത് പ്രകാരം തന്നെയാണ് ഞാൻ ഈ ഒരു പുസ്തകം തയ്യാറാക്കിയത്. അദ്ദേഹം നിർദ്ദേശിച്ചും കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടും പുസ്തകം തയ്യാറാവാഞ്ഞിട്ടും പിന്നെ ഈ നവംബറിൽ നിങ്ങളുടെ പുസ്തകം അനൗൺസ് ചെയ്തിട്ടുണ്ട്, ജൂലൈയിൽ എന്നോട് പറയുകയും ഈ 100 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ നിങ്ങൾ എഴുതി തരണം എന്നാലിത് പോവുള്ളൂ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ നിർബന്ധ ബുദ്ധിയാണ് തന്നെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കുറിപ്പുകളും ഫേസ്ബുക്കിൽ എഴുതിയിട്ടതിൻ്റെ ഒരു ചെറിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തൊക്കെ, അതായത് വളരെ കൗതുകമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളൂ. അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. അത് മതിയായിരിക്കും ഒരുപാട്
ഡാറ്റകൾ കൊണ്ടുള്ള കളികൾ ആവശ്യമില്ല എഴുത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പണ്ട് മുതൽ തന്നെ എഴുതി തുടങ്ങിയ ഒരു സാഹിത്യ രൂപം കവിതയാണ്. അത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എഴുതി പഠിച്ചു. ആ കാലം മുതൽ തന്നെ വളരെ കണ്ടൻസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞ പോലെ എഴുതി പഠിച്ചത് കാരണം എനിക്ക് ഒരുപാട് നീട്ടി എഴുതാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സംസാരിക്കുന്ന കാര്യത്തിലും അങ്ങനെ ഒരുപാട് നീട്ടി സംസാരിക്കാതെ കുറച്ച് സംസാരിക്കുക എന്നുള്ളത് എന്തോ ഒരു അങ്ങനെ പണ്ട് മുതലേ നമ്മുടെ ഒരു ശീലം വളർന്നു വന്നതുകൊണ്ട് ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ എനിക്ക് കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചെറിയ ചെറിയ കുറിപ്പുകളെന്നൊക്കെ പറയുന്ന 3-4 പേജുകളൊക്കെ ഉള്ള ഓരോ അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയ പിന്നെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ ശെൽവമണി മാഷ് ചോദിച്ച ഒരു 2-3 കാര്യങ്ങൾ ഞാൻ ഓർമ്മയുള്ളത്, ഏലഗിരി എന്ന് പറഞ്ഞ ഒരു കുന്ന്, നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഒരു ചെന്നൈയിൽ നിന്നും സേലത്തിലേക്കുള്ള ഹൈവേയിലൂടെ പോരുമ്പോൾ അത് ഏറ്റവും പുതിയ ഹൈവേ പണി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു ഹൈവേ ആണ്, നമുക്കിപ്പോൾ അറിയാം, ഇവിടെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഈ മെയിൻ റോഡ് അത് അവിടെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഈ മെയിൻ റോഡിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം, മെയിൻ ഹൈവേയിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു 6 ലൈൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബോർഡറുകൾ വരെ, അപ്പോൾ അതിലിങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഒഴുക്കിൽ വീണ പോലെ അങ്ങ് ഒഴുകി പോവുകയാണ്. അതിൽ ജീവിതമൊന്നും നമ്മൾ കാണുന്നില്ല, വാഹനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഒരു 80, 100, 120 സ്പീഡിൽ കാലിൽ വിരൽ വെച്ച് ആക്സിലേറ്ററിൽ വിരൽ വെച്ച് ഓടിച്ചുകൊണ്ടേ പോന്നുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. നിൽക്കുന്നിടത്ത് നിൽക്കാൻ ഓടിക്കൊണ്ടിരുന്ന ആലീസിൻ്റെ അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഞാനെപ്പോഴും ആ ഒരു മുഖ്യ പാതകൾ ഒഴിവാക്കി, ദേശീയപാതകൾ ഒഴിവാക്കി അടുത്ത സൈഡിലൂടെയുള്ള വഴികളിലൂടെ പോകുന്ന യാത്രകൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇങ്ങോട്ട് വരുമ്പോഴായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ യാത്രകൾ പോലും അത് ആസ്വദിച്ച് വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ പോവുക എന്ന് തന്നെ, അല്ലാതെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതോ കംഫർട്ടായിട്ട് എത്തിച്ചേരുക എന്നുള്ളതൊന്നും അല്ല പലപ്പോഴും ലക്ഷ്യം വെക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ചെന്നൈയിൽ നിന്ന് പോരുന്ന വഴി, ചെന്നൈയിൽ നിന്നല്ല, വേറെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന വഴിയാണ്. അത് ആ റോഡിലേക്ക് കടന്നു അങ്ങനെ പോരുമ്പോൾ വേറൊരു പഴയ ഹൈവേ കാണുകയും അതിലൂടെ പോകുമ്പോൾ ഈ ഏലഗിരി എന്ന് പറഞ്ഞ ബോർഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു കൗതുകം തോന്നുകയും, കാരണം ഞാൻ ഈ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആണ് എൻ്റെ സ്വദേശം. അതിൽ നിന്നും അധികം ഒരു 75 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീലഗിരി ഡിസ്ട്രിക്റ്റ് ആരംഭിക്കുകയാണ്. നാടുകാണിച്ചുരം മുതൽ 75 കിലോമീറ്റർ പോലുമില്ല, ഒരു 70 കിലോമീറ്റർ ഒക്കെ ദൂരം ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ ആവുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നീലഗിരി വനമേഖല ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് നീലഗിരി വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാവുകയും ഏലഗിരി ആദ്യമായിട്ട് കാണുകയും, ഏലം പൊതുവെ ഹൈ റേഞ്ചിൻ്റെ ഒരു വിളയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്താ ഒരു കൗതുകപ്പുറത്ത് നമ്മൾ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഹിൽ സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ അവിടെ എത്തുമ്പോൾ സാധാരണ എല്ലാ ഹിൽ സ്റ്റേഷനുകളിലും ഉണ്ടാകുന്ന ഒരു ഫോർമാറ്റ് വെച്ചുള്ള ഒരു രൂപകൽപ്പനയായിട്ടാണ് എല്ലാ ഹിൽ സ്റ്റേഷനുകളെയും എനിക്ക് തോന്നാറുള്ളത്. ഇന്ത്യയിലുള്ളത് ഞാൻ പോയിട്ടുള്ളതൊക്കെ, പിന്നെ വിദേശത്ത് ഒരുപാട് പോകാനൊന്നും സാധിച്ചിട്ടില്ല, എല്ലാം അങ്ങനെയാണ് തോന്നാറുള്ളത്. പക്ഷേ ഏലഗിരിയിൽ മാഷ് പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു കൗതുകം തോന്നിയത്, ഇവിടെ ഈ ഹെയർപിൻ ബെൻഡ് എന്ന് പറയുന്ന ഒരു കൊണ്ടയൂസി വളവ് എന്നാണ് തമിഴന്മാർ പറയുക. അവർ ആ ഓരോ ബെൻഡുകൾക്കും അവിടുത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുടെ, തിരുവള്ളുവർ മുതൽ ഇങ്ങോട്ട് ഉള്ള കമ്പർ മുതലുള്ള ഓരോ എഴുത്തുകാരുടെ പേരാണ് ഓരോ വളവിനും കൊടുത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ ഒരു സാഹിത്യ തൽപരനായ ഒരു മനുഷ്യന് വളരെയധികം കൗതുകവും അല്ലെങ്കിൽ ഒരു ആവേശമൊക്കെ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അത് എഴുതിയത്. കേരളത്തിൽ എവിടെയും ഒരു എഴുത്തുകാരൻ്റെ പേരിലൊരു വളവ് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. വളവിന് അല്ലെങ്കിൽ സ്ഥലത്തിന് ആദ്യം പേരുണ്ടായ ശേഷം എഴുത്തുകാരായി മാറിയത് കൊണ്ട് ആ സ്ഥലം അറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കടമ്മനിട്ട എന്ന് പറഞ്ഞ ബോർഡ് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കടമ്മനിട്ടയെ ഓർക്കും. പക്ഷേ കടമ്മനിട്ട എന്ന സ്ഥലം ആദ്യമേ ഉള്ളതാണ്. അദ്ദേഹം അവിടെ ജനിച്ചു വളരുകയും നമ്മൾക്കെല്ലാവർക്കും പരിചിതനാവുകയും പ്രശസ്തനാവുകയും ചെയ്തതുകൊണ്ട് പിന്നീട് അതുവഴി പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ എഴുത്തുകാരനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതാണ് ആ ഒരു കേരളത്തിൽ അങ്ങനെ ഒരു വളവ് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ പേരിലാവട്ടെ എന്നങ്ങാണ്ട് പറഞ്ഞാണ് ഞാനത് അന്ന് എഴുതി നിർത്തിയത് എന്നുള്ളതാണ്. അതിനർഹതപ്പെട്ട ഒരാളാണെന്നുള്ള മറ്റാരും പറഞ്ഞില്ലെങ്കിലും കണ്ണൂരുകാർ പറയുന്ന പോലെ ആണ്ടി നല്ല അടിക്കാരനാണെന്നുള്ളത് ഒരുത്തരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെങ്കിലും പറയണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പണ്ട് KLF ഒരു 2 സ്റ്റേജിൽ മാത്രമൊക്കെ നടന്നിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ മാഷ് നിന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇരുന്ന് സംസാരിക്കാം മാഷ്, അതാണ് കുറച്ചും കൂടെ എവിടെ ചെന്നാലും അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥിരം ഇരിക്കുക, അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഭാവിയിൽ നീ ചത്തുപോയിട്ടുണ്ടെങ്കിൽ മഹാശൈലൻ്റെ തറ എന്നറിയപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ KLF വളരെ വിശാലമായിട്ട് കിലോമീറ്റർ കണക്കിന് ദൂരത്തേക്ക് വ്യാപിപ്പിച്ചതോടുകൂടി ആ ഒരു തറയൊക്കെ അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഭാവിയിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ചോദിച്ചിട്ടുള്ള കാശിയിലെ ഒരു
അനുഭവമാണ്. അപ്പോൾ കാശിമാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമുള്ള ഒരു എൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ്. കാരണം ഞാൻ പറഞ്ഞു മലപ്പുറം ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്, മലപ്പുറം ജില്ലയിൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു അയൽപ്പക്കത്തുണ്ടായിരുന്ന ഒരു അന്നത്തെ ഒരു അമ്മാവൻ സ്റ്റാറ്റസിലുള്ള ഒരാൾ ഒരു ദിവസം പുള്ളി യാത്ര പോവുകയാണ് ഉണ്ടായത്. ആൾ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ ഒരു ദിവസം പുള്ളി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കാശി രാമേശ്വരം എന്നാണ് പറയുക, എങ്ങനെയാണ് ആ ഒരു ടേം ഉണ്ടായത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാശിയും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എത്രയോ ദൂരം രാമേശ്വരം തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അപ്പോൾ പെട്ടെന്ന് കേൾക്കുന്നത് ഇദ്ദേഹം കാശിയിലേക്ക് പോയി എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ അന്നൊക്കെ കാശിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ വിമാനത്തിൽ പോയി പെട്ടെന്ന് വരുന്ന ഒരു സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സഞ്ചരിച്ച് മാസങ്ങളെടുത്ത് തിരിച്ചു വന്നു. എനിക്ക് ആ മനുഷ്യനോട് അന്നും ഇന്നും ഭയങ്കരമായ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ആ ഒരു 80കളുടെ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻപുറത്ത് അതിസമ്പന്നനല്ലാത്ത സവർണ സമൂഹത്തിൽ ജനിക്കാത്ത ഒരു സാധാരണക്കാരനായിരുന്ന അയാൾ ഈ പന ചെത്തിയിരുന്ന ആളാണ്. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ കാശിയിൽ പോയി അത്രയും യാത്ര ചെയ്ത് വിദ്യാഭ്യാസമ്പന്നനുമല്ല, അയാൾ വളരെ പ്രൈമറി എഴുത്ത് വായനയും പോലും അറിയാത്തൊരു മനുഷ്യൻ. കാരണം അതിനുദാഹരണം എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ പാഠപുസ്തകം വായിക്കുക എന്നുള്ള ലെവലിൽ എന്തൊക്കെയോ വീട്ടിൽ തോന്നിയത് തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത് കേട്ട് പഠിപ്പിക്കുന്ന അധ്യാപകൻ അതുവഴി പോയപ്പോൾ എന്താണ് ഈ കുട്ടി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതുപോലും തിരിച്ചറിയാൻ കെൽപ്പില്ലാത്തൊരു മനുഷ്യൻ അത്രയും യാത്ര ചെയ്തു ആ ഒരു കാലഘട്ടത്തിൽ എന്ന് കേൾക്കുമ്പോൾ, ഇന്ന് എല്ലാവരും യാത്ര ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ വളരെയധികം എനിക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട്, അങ്ങനെ ഒരു നാട്ടുകാരനുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ അദ്ദേഹത്തെക്കുറിച്ച്. പിന്നെ അതിൻ്റെ ഒരു പേര് പിന്നീട് അദ്ദേഹത്തെ ജാതിമത ഭേദമന്യേ കാശിമാമ എന്ന് പ്രായഭേദമന്യേ എന്താണ് ആ 70 വയസ്സ് അന്ന് അദ്ദേഹത്തിന് 50കളാണെങ്കിൽ 70 80 ആളുകളെല്ലാം പിന്നെ അദ്ദേഹത്തെ കാശിമാമ എന്ന് വിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കാശി പോയപ്പോൾ അന്ന് ആ മനുഷ്യൻ എങ്ങനെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ ഈ ശൃംഗേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഈ ശങ്കരാചാര്യരെ കുറിച്ച് അന്നൊരു ധാരണ ഉണ്ടായിരുന്നു. കാശിയിൽ പോയ ആൾ പിന്നെ പോയി എന്നുള്ളൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട്, അതൊക്കെ ശരിക്കും ഒരുപാട് 80കളിലൊന്നും ഉണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടല്ല. പക്ഷേ എൻ്റെ ഒരു നാട് അത്രത്തോളം റിമോട്ട് ആയതുകൊണ്ട് കാശിക്ക് പോയ ആൾ പിന്നീട് വന്നാൽ വന്നു എന്നുള്ള രീതിയിലാവും. അതിനു മുമ്പും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും, അദ്ദേഹം ഈ പിണ്ടമൊക്കെ വെച്ചു പോവുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് അത്രത്തോളം യാത്ര ചെയ്ത് തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് കാരണം ആണത്. അപ്പോൾ അന്ന് അദ്ദേഹം തിരിച്ചു വന്നു. ശൃംഗേരിയിൽ പോയപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ ഒരു ശങ്കരാചാര്യർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഹിമാലയത്തിലെ ഈ 4 സ്ഥാനങ്ങളിൽ ചെന്ന് ശൃംഗേരിയിലും എത്തി. അന്ന് ബസ്സും വണ്ടിയും വിമാനവും ട്രെയിനും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇദ്ദേഹം എങ്ങനെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് ചിന്തിച്ചിട്ടുള്ളത്. 2000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് അദ്ദേഹം എങ്ങനെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് ചിന്തിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് വേറെ ഒരു കാര്യം കൂടെ മാഷ് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? സാച്ച് പാസ്. സാച്ച് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മോസ്റ്റ് ഡേഞ്ചറസ് പാസ് ഇൻ വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ കിട്ടും. മൗണ്ടൻ പാസ് നോക്കി ബിഗ് ഡാഡി എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാസ്സാണ്. അപ്പോൾ അതും തന്നെ ഞാൻ ഒരുവിധം പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എൻ്റെ കൂടെ ഒരു വളരെ പ്ലാൻ ചെയ്ത് യാത്ര പോകുന്ന ഒരാളുണ്ടായിരുന്നു. യാത്രകളിൽ നമ്മൾക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടും. അതുപോലെ തന്നെ യാത്രകൾ നമ്മളെ പണ്ടേ ബന്ധമുള്ള ആളുകളെ അടുപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ 2 വർഷം ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ധ്രുവൻ അന്നൊന്നും എൻ്റെ ഒരു അടുത്ത സുഹൃത്തൊന്നും അല്ലായിരുന്നു. പക്ഷേ പിന്നീട് ഒരുപാട് യാത്രകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത് ഞങ്ങൾ വളരെ അടുത്ത ആളുകളായി മാറി. 30കളൊക്കെ കഴിഞ്ഞ് 40കളിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ ഈ ധ്രുവൻ പ്ലാൻ ചെയ്ത് പോയൊരു യാത്രയായിരുന്നു. അത് പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ, ഇന്നൊന്നും അല്ല, അതൊരു 8 വർഷം മുമ്പെങ്ങാണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ എന്തോ പറഞ്ഞു വന്നു പോയത്, ആ ഒരു കാലഘട്ടത്തിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയതൊക്കെ ഇവിടുന്ന് പോയ ശേഷമാണ്. ആ ഒരു ശേഷം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സാച്ച് പാസിൻ്റെ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കി. ഒരു പ്രത്യേക ലോകമാണ് അവിടെ. മറ്റൊരു ഗ്രഹത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെ തന്നെ സഞ്ചരിക്കും നമ്മൾ അവിടുത്തെ ഒരു ഭൂപ്രകൃതി കണ്ടിട്ടുണ്ടെങ്കിലും ഒക്കെ. ഇപ്പോൾ ഒരുപാട് വ്ളോഗുകളൊക്കെ വന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു സംഭവം നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുണ്ടാവും. എന്നാൽ പോകുന്ന സമയത്ത് അത്രത്തോളം നമ്മൾക്കിത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല പോയിരുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ യാത്ര ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. 15 മിനിറ്റ് ഇനിയുണ്ട്. ഞാൻ ഒരുപാട് സംസാരിച്ചു. അതിന് മുമ്പ് സൂര്യ സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. ശൈലനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ശൈലനെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്.
അതെ, മഹാശൈലൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എഴുത്തുകാർ, നമ്മളിപ്പോൾ ആരുടെ എഴുത്താണോ നോക്കുന്നത് എന്നുള്ളൊരു ചിന്തയില്ലേ, അങ്ങനെ ഒരു ആരോ ഒന്ന്, ഈ അടുത്തൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആരോ ഒന്ന് എന്നപ്പം ഞാൻ അതിൽ കണ്ടൊരു ഒരു സന്തോഷം തോന്നിയൊരു കാര്യം, എല്ലാ പെണ്ണുങ്ങളും ശൈലൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒഴികെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാക്കിയുള്ള എല്ലാ പെണ്ണുങ്ങളും ശൈലൻ്റെ പേര് പറഞ്ഞു. ഞാൻ അന്ന് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശൈലന് ഒരു യാത്ര എന്നതിനേക്ക് അപ്പുറത്തേക്ക് ആളുടെ ആ ഒരു ചിന്താഗതിയിൽ പോലും എനിക്ക് ഞാൻ പറഞ്ഞ വിഷമാകുമെന്ന് എനിക്കറിയുന്നില്ല. എന്നാലും ഒരു യാത്രയാണെങ്കിൽ എന്താണെങ്കിലും അതൊരു പ്രണയത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുന്നൊരു ഇത് തോന്നിയിട്ടുണ്ട്. ഇപ്പം യാത്ര എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ഒരു ഒളിച്ചോട്ടാണ്. എൻ്റെ സകലമാന പ്രശ്നങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഒരു യാത്ര, ചിലരൊക്കെ പറയുന്നതൊക്കെ എനിക്ക് യാത്ര പ്രണയമാണ്, അല്ലെങ്കിൽ യാത്ര സന്തോഷമാണ്, മറ്റുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് തോന്നിയിരിക്കുന്നത്? പിന്നെ ഈ പുസ്തകത്തിൽ ഒലിവ് ചെയ്തിരിക്കുന്ന 100 യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പെടാത്ത ഒത്തിരി യാത്രകളുണ്ടാവും ഇല്ലേ? ഒരുപാട് യാത്രകളുണ്ടാവും. ഒരിക്കലും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നീ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവിടെ ഒരു മീനാക്ഷി അമ്മൻ കോവിലാണോ? മീനാക്ഷി അമ്മൻ കോവിൽ കേട്ടിട്ട് ഞാൻ എൻ്റെ ഈ 38 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയിട്ടും ഞാൻ ഇതുവരെ ആ ഒരു മീനാക്ഷി അമ്മൻ കോവിൽ കണ്ടിട്ടില്ല. ഈ പച്ചക്കറിയൊക്കെ വിൽക്കുന്നതിൻ്റെ തൊട്ട് ഒരു കുഞ്ഞു ഈ കസേരയുടെ വലിപ്പത്തിലൊരു കോവിലുണ്ട്. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ആ കോവിലിനെ പറ്റി ഇതിൽ കറക്റ്റായിട്ട് പറയൂ എന്നുള്ളതാണ്. എന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഒടുക ഞാൻ തന്നെ പോയി കാണേണ്ടി വന്നു. അപ്പോൾ ശൈലൻ്റെ യാത്രകളെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവിടെ പോകുന്നു, അവിടുത്തെ സ്ഥലങ്ങളെ പറ്റി പറയുന്നു, അത് സ്ഥലങ്ങളെ മനോഹരമായ രീതിയിൽ വർണ്ണിക്കുന്നു, ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശൈലൻ അതിനപ്പുറത്തേക്കൊരു കവിയാണ്. അയാൾക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും ഒരു ആരാധകരുണ്ട് എന്നുള്ളതാണ് എന്നെ അസൂയപ്പെടുത്തുന്ന ഒരു കാര്യം. ശൈലന് ഹീറോ ഇപ്പോൾ പറഞ്ഞില്ലേ, KLF വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇരിപ്പിടുണ്ടെന്ന്. കഴിഞ്ഞ മനോരമയുടെ ഫസ്റ്റിന് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി പേര് ശൈലൻ ഇല്ലേന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ആ ബദാം മരച്ചോട്ടിൽ ആളില്ലാതെ പോയി. ബദാം മരച്ചോട്ടിലൊരു ബുദ്ധനായിരുന്നു അയാൾ. KLF എന്നല്ല, കോഴിക്കോട് എന്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുകയാണെങ്കിലും പുള്ളി എവിടെ ഇരിക്കും, പുള്ളിക്ക് ചുറ്റിലും കൈമണി കൊട്ടാനും ആരാധ്യ പണിയാനും ഒക്കെ ഒത്തിരി പേരുണ്ടായിട്ടുണ്ട്. ഈ 100 യാത്രകൾ ഇപ്പം 3ാം പതിപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒത്തിരി പേരിലേക്ക് എത്തിപ്പെടട്ടെ. അതുപോലെ ശൈലൻ്റെ ആ ഹീറോയിസം, ഇപ്പം ഈ പുസ്തകം എടുത്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ കവർ പേജിൽ കാണുന്നത് ആൾ ബുള്ളറ്റ് ഓടിച്ച് വരുന്നതാണ്. ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ ഒരു എൻട്രി പോലെ. ഇനിയും അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഓക്കെ, ഇനി ഷെറിൽ ചേട്ടൻ പറയട്ടെ കുറച്ച് കാര്യങ്ങൾ. സുഹൃത്ത്, ഇത് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, യാത്രയുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ശൈലനെ ഞാൻ പരിചയപ്പെടുന്നത് അടുത്ത് വന്ന ഒരു 10 കൊല്ലം മുമ്പാണ്. 10 കൊല്ലം മുമ്പ് ഞങ്ങളൊരു മതേതരം മാസികയുടെ ഒരു ഓണപ്പതിപ്പിൽ ഞാൻ മൂപ്പരെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഒന്ന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു 96 പേജാണ് ഞങ്ങൾ മാറ്റിവെച്ചത് ശൈലിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ സംഭവം? ഇത് എന്തിന് 96 പേജ് മാറ്റി വെച്ചു? അന്ന് ശൈലൻ ഇങ്ങനെ ജയൻ്റെ മാതിരി കുപ്പായമൊക്കെ ഷർട്ടൊക്കെ അഴിച്ചിട്ട് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ശൈലന്. ആ ബുള്ളറ്റിൻ്റെ മുകളിലുള്ള ഞാനത് അതേമാതിരി കൊടുത്തു. കാരണം പി കുഞ്ഞിരാമൻ നായർ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യല്ലോ, അയ്യപ്പനെയും പ്രതീക്ഷിക്കാൻ വയ്യ. അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരൊറ്റ കവിയുള്ളത് അത് ശൈലിനാണ് എന്നുള്ളത് കൊണ്ടാണത്. അതെ, അപ്പോൾ ശൈലിന് അത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ സമയത്ത് ശൈലിന് കുറേ ശത്രുക്കളുണ്ടായിരുന്നു, ഈ പറഞ്ഞ സുഹൃത്തുക്കളും ആരാധകരും അല്ലാത്ത. ശൈലിന് വലിയ മാറ്റം വന്നിട്ടുണ്ട് ജീവിതത്തിൽ. അന്നത്തെ ശൈലനല്ല ഇന്നത്തെ ശൈലൻ. അത് എങ്ങനെ ഒരു മാറ്റം വന്നു? ഒന്ന് കുറച്ചുകൂടി ഞാനൊന്ന് എന്താ പറയുക, ഇത്തരമൊരു ഘട്ടത്തിൽ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ശൈലനൊരു കവിയാണ് എന്നുള്ള സത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ദൈവമാണ് കവി. ആ ദൈവം എഴുതിയ കവിതയാണ് ശൈലൻ. അതെങ്ങനെ സംഭവിച്ചു? ശൈലൻ എങ്ങനെ ശൈലനായി?
ഇത് രണ്ടും സൂര്യ സംസാരിച്ചപ്പോഴും പ്രതാപേട്ടൻ സംസാരിച്ചപ്പോഴും ഞാനിങ്ങനെ പരിചയമില്ലാത്ത ആളുകളുടെ മുഖത്തേക്ക് നോക്കുമായിരുന്നു. ഇതിവനെങ്ങാണ്ട് പൈസ കൊടുത്ത് പറയിപ്പിക്കണ ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു പുകഴ്ത്തൽ ആയിരുന്നു അത് എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ചിന്തിച്ചത് ഇതൊരു വലിയ നിറഞ്ഞ സദസ്സായിരുന്നുവെങ്കിൽ ഇത്രയും അധികം ആളുകൾ ഇത് കേട്ട് ഇവനൊരു വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കുമായിരുന്നല്ലോ എന്നാണ് അറിയാത്ത ആളുകൾ കരുതിയത്. അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് ഞാൻ ഈ പ്രതാപൻ തായാട്ട് എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു പ്രസാധകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസാധന സംരംഭത്തിലൂടെ ഒന്നും എൻ്റെ പുസ്തകങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം പണ്ട് മുതലേ പറയുമെങ്കിലും. അപ്പോൾ ഞാൻ പ്രതാപേട്ടനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ഒരു 10 വർഷമല്ല അതിനു മുമ്പ് എനിക്ക് ഇത്രയൊന്നും പ്രായമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളൊന്നും ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഓണപ്പതിപ്പ് ഇറക്കുമ്പോൾ അതിൽ 92 പേജ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. എന്ത് വേണമെങ്കിലും എഴുതിക്കോന്നായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രതാപേട്ടനോട് പറഞ്ഞു ഞാനങ്ങനെ എഴുതാൻ മടിയനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു ഉടമ്പടി അല്ലെങ്കിൽ കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് അതുവരെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള കുറിപ്പുകൾ അതിൽ വെച്ച് അതേ പടങ്ങൾ അവിടെ വെച്ച് മിക്കവാറും നമ്മുടേതായ രീതിയിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഷർട്ട് ഇടാതെയും അല്ലെങ്കിലൊക്കെയുള്ള പടങ്ങൾ വെച്ച് ഫുൾ പേജിലൊക്കെ കൊടുത്ത് അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും സ്വാഭാവികമായിട്ടും അത് ശത്രുക്കൾ ഉണ്ടാക്കും. കാരണം അദ്ദേഹം തന്നെ പുസ്തകം ഇറക്കിയ 100 കണക്കിന് എഴുത്തുകാർ കേരളത്തിലുണ്ട്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള എഴുത്തുകാർ മുതൽ അദ്ദേഹം MTയുടെയും മുതൽ അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ എഴുത്തുകാരുടെയും പുസ്തകം ഇറക്കിയിട്ടുള്ളൊരു പ്രസാധകനാണ്. ഇതെല്ലാവരുടെ അടുത്തും ഈ ഒരു പ്രസിദ്ധീകരണം എത്തുകയും ചെയ്യും. ഹരിതം ബുക്സ് ഇറക്കുന്ന ഒരു തായാട്ട് പബ്ലിക്കേഷൻ ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണം എത്തുകയും ചെയ്യും. അപ്പോൾ ഇവൻ ഏതാണ് എന്നുള്ളൊരു പുച്ഛത്തോടു കൂടിയോ അല്ലെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം പ്രകടിപ്പിക്കാൻ മനുഷ്യന് പറ്റിയൊരു വികാരം. നമ്മൾ ഒരാളെ അംഗീകരിക്കേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ചെയ്യാവുന്നത് പുച്ഛിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വളരെ നീണ്ട ഒരു അഭിമുഖം എൻ്റെത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതും ഇതേപോലെ ഒരുപാട് പേജുകൾ. അപ്പോൾ ഒരു തവണ കിട്ടിയിട്ടും പ്രതാപേട്ടൻ പഠിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ പുസ്തകം മാർക്കറ്റ് ചെയ്യാനാണെങ്കിൽ ഇന്നേ വരെ ഞാൻ അദ്ദേഹത്തിലൂടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള ഒരു സ്നേഹം. അദ്ദേഹത്തിന് എന്നോട് ഇത് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ 2003 എൻ്റെ ഒരു പുസ്തകം ചോദിച്ചു വാങ്ങിയ മറ്റൊരു പ്രസാധകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫേബിയൻ ബുക്സിൻ്റെ ഹരി, ആലപ്പുഴയിലുള്ള. അപ്പോൾ അദ്ദേഹം അന്നൊക്കെ നമ്മൾ എഴുതി അത്രത്തോളം മുഖ്യധാരയിൽ അങ്ങനെ അറിയപ്പെടുന്നു. ഇപ്പം തന്നെ നമുക്കറിയാം കവിത എഴുതുന്ന ആളുകൾ അത്രത്തോളം മുഖ്യധാരയിൽ അറിയപ്പെടുന്ന ആളുകളല്ല സത്യത്തിൽ. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും എഴുതുന്നു കവിത എന്നുള്ളൊരു പരാതിയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും എഴുതിയോണ്ട് എന്താ പ്രശ്നം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരാൾ എഴുതുന്നതല്ല മറ്റൊരാൾ എഴുതുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവരെ ഒക്കെ നമ്മളെ എന്തോ ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട്. ഈ സ്നേഹമാണ് നമ്മളെ മനുഷ്യനാക്കുന്നതും കവിതയാക്കുന്നതും എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രതാപേട്ടനും ഹരിയും സന്ദീപും ഒക്കെ കാണിച്ച ഞാൻ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാനൊരു വലിയ എഴുത്തുകാരനല്ല. വച്ച് നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോഴൊന്നും ഒരു വലിയ എഴുത്തുകാരനോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള എഴുത്തുകാരനോ ഒന്നുമല്ല. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അതിസമ്പന്നനായിട്ടുള്ള എഴുത്തുകാരനാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ വർഷവും ഷാർജ ബുക്ക് ഫെസ്റ്റിന് പോകാൻ ബുക്ക് ചെയ്താൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാ ചിലവും എടുക്കാമെന്ന് ഈ സന്ദീപനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതാപേട്ടനോട് എത്രയോ കാലമായിട്ട് പുസ്തകം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. മറ്റു പബ്ലിക്കേഷൻസ് ഒരുപാട് പേര് പറയാറുണ്ട്. മധുമിൽ നൗഷാദ് അപ്പം നാൾ വിളിച്ചപ്പോഴും പറഞ്ഞു നീ ഒന്ന് പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഒരു വലിയ എഴുത്തുകാരനല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കരമായ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാഞ്ഞിട്ടും ഇവരൊക്കെ എന്നോട് പുസ്തകം ഇങ്ങോട്ട് ചോദിക്കുന്നു എന്നുള്ളത് എനിക്കൊരു ഭയങ്കര അഹങ്കാരമാണ്. അപ്പോൾ എൻ്റെ ഒരു അമ്മ എന്നോട് ചെറുപ്പത്തിൽ പണ്ട് പറഞ്ഞു തന്നൊരു ചൊല്ലുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭാഷ വെച്ച് പറഞ്ഞാൽ അങ്ങേൽ ഇത്തിരി കഞ്ഞിയുണ്ട് അത് കളയരുത് എന്ന്. കാരണം കഞ്ഞി കുടിക്കാൻ വിളിക്കും എല്ലാ ദിവസവും അടുത്തുള്ള അയൽവക്കക്കാർ. നമ്മൾ 2 ദിവസം അടുപ്പിച്ച് തന്നാൽ 3-ാമത്തെ ദിവസം കഞ്ഞിക്ക് വിളിക്കൂല. അത് തീർന്നു ആ കഞ്ഞിയുടെ വിളി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർക്കൊക്കെ ഞാൻ 2 പുസ്തകം ഒരു പുസ്തകം ചോദിക്കുമ്പോൾ ഞാനൊരു 4 പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചോ എന്ന് പറയുന്നത് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം അത് ആ പുസ്തകം ഇറങ്ങാതെ ഈ പ്രതാപേട്ടനും എന്നോട് പുസ്തകം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സന്തോഷം എന്നുള്ളതാണ്. അപ്പോൾ കവിതയായി മാറിയത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമൊന്നും അറിയില്ല. നമ്മളൊക്കെ എവിടെയൊക്കെയോ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാവി കൊടുത്തൊക്കെ ജനിച്ചു വന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പഞ്ചായത്തിലോ എൻ്റെ താലൂക്കിലോ ഒന്നും അക്കാലത്ത് എഴുത്തുകാരോ കവിതയുമായിട്ട് ബന്ധമുള്ള ആളുകളോ എൻ്റെ കുടുംബത്തിലൊന്നുമില്ല. അതിനെ പറ്റിയൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളുമല്ല. പക്ഷേ എന്നാൽ പോലും എങ്ങനെയൊക്കെ കുറേ മനുഷ്യരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്.
അതൊരു പക്ഷേ ഞാൻ ഒരു എഴുതിയിട്ടുണ്ട്, ചത്ത് കഴിഞ്ഞ് അടക്കുന്നവരെ മാത്രം നല്ലത് കേൾക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് മനുഷ്യർ പൊതുവിൽ. പക്ഷെ അതിനു മുമ്പ് നല്ല വാക്ക് ഇതുപോലെ കേൾക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഇവിടെ ഈ ലൈബ്രറിയിൽ മഞ്ജു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നേരത്തെ ഇപ്പോൾ ഇവിടെ വന്ന് 2 പുസ്തകം വാങ്ങിച്ചു, എന്നോട് ഒപ്പിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡോക്ടർ മഞ്ജു എന്നാണ് അവരുടെ പേര്. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വാതിലിൽ വെച്ച് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കണ്ടു. മഞ്ജു എൻ്റെ പേരിൽ, ശൈലൻ എന്ന പേരിൽ കവിത എഴുതി പ്രസിദ്ധീകരിച്ച്, ഇവിടെ ഈ നിയമസഭയിലെ പ്രസിദ്ധീകരണത്തിൽ എൻ്റെ പേരിൽ ശൈലൻ എന്ന ടൈറ്റിൽ കവിത എഴുതി പ്രസിദ്ധീകരിച്ച്, അത് വേറെ ഒരാൾ ഇവിടെ പ്രജിത്രാജ് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചെന്നത് എഴുതിയത് ആരാന്ന് എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു ഞാനിത് കണ്ടിട്ടില്ല. അവന് വിശ്വാസം വരുന്നില്ല. കാരണം ഇതൊക്കെ മിക്കവാറും അറേഞ്ച് ചെയ്തുള്ള പരിപാടികളാണ് പൊതുവേ നടക്കാറുള്ളത്. ഇപ്പോൾ പ്രതാപേട്ടൻ പറയുന്നു, പ്രതാപേട്ടന് പിന്നെ എന്നോട് ഞാൻ പറയുന്നു ഒരു കവിത എഴുതൂ, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഇടപാടുകൾ നടക്കുന്ന ഒരു ലോകമാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ലോകം മോശമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നെ സംബന്ധിച്ച് ലോകം മനോഹരമാണ്. ഞാൻ ഒളിച്ചോടാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളല്ല. ചെറുപ്പത്തിൽ എനിക്ക് ഒളിച്ചോടേണ്ടിയിരുന്നു യാത്ര ചെയ്യാൻ. കാരണം വീട്ടുകാരുടെ പ്രതീക്ഷ ഞാൻ പഠിക്കും, നന്നാവും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഒളിച്ചോടേണ്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ യാത്രകളിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ ജീവിതം ഈ യാത്രയുമായിട്ട് അധിഷ്ഠിതമാണ്. അതിൽ നിന്ന് ഒളിച്ചോടിയാണ് ഞാൻ മറ്റേ ഒരു സാധാരണക്കാരൻ ജീവിക്കുന്ന ജീവിതം ജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കും, ഒരു 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ശൈലിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ പുസ്തകത്തിൻ്റെ ബ്ലർബായിട്ടും ഉള്ളതായിട്ടൊക്കെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ഞാൻ യാത്ര പോകാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരാളല്ല ഞാൻ. യാത്ര ചെയ്യുന്നതിനിടയിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നാട് വിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ പോലും അന്ന് നമ്മൾ പാലക്കാടേക്കുള്ള ബസ് കയറി പോകുന്നു. പാലക്കാട് എത്തുമ്പോൾ കോയമ്പത്തൂർ എന്ന ബസ്സിൻ്റെ ബോർഡ് കാണുമ്പോൾ അതിൽ കയറുന്നു. അവിടെ എത്തുമ്പോൾ നമ്മൾ തഞ്ചാവൂർ എന്ന ബസ്സിൻ്റെ ബോർഡ് കാണുന്നു, അതിൽ കയറുന്നു. തഞ്ചാവൂർ എത്തുമ്പോൾ ചിദംബരം എന്ന് പറഞ്ഞ ബസ്സിൻ്റെ ബോർഡ് കാണുന്നു, അതിൽ കയറുന്നു. ചിദംബരത്ത് നിന്നും കടലൂർ എന്ന് പറഞ്ഞ ബസ്സിൻ്റെ ബോർഡ് കാണുന്നു, അവിടുന്ന് കാണുന്നു, കയറുന്നു. പിന്നെ അത് പോണ്ടിച്ചേരി ബസ്സാവുന്നു. പിന്നെ അങ്ങനെ പോയി ആന്ധ്രാപ്രദേശിലെത്തുന്നു. അങ്ങനെ തിരിച്ചു പോരുന്നു. അങ്ങനെ ഒരു രീതിയാണ്. സമയബന്ധിതമായിട്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തൊന്നും യാത്ര പോകാറില്ല. ഇപ്പോൾ കുറച്ചും കൂടെ വിശാലമായി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെയുള്ള യാത്രകളുടെ ഒരു സൗകര്യമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്ലാനിങ് പഴയ പോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. അവിടെ എത്തുമ്പോൾ ഏതാണ് പുതിയൊരു കാഴ്ച കാണാനുള്ളതെന്ന് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞുള്ള കാഴ്ചകളാണ്. ഈ പുസ്തകത്തിലുള്ള എല്ലാ കാഴ്ചകളും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ആൾക്കാർ എഴുതിയതായിരിക്കും. നമ്മളങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാത്തതും കാണാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളെന്ന് കൗതുകം എനിക്ക് തോന്നിയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഹലോ, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒലിവ് പബ്ലിക്കേഷൻ്റെ പേരിലും ഞങ്ങളെല്ലാ പേരിലും നന്ദി അറിയിക്കുന്നു. ഇത് ക്ലോസ് ചെയ്ത്